ഇറാഖിലേക്കും സിറിയയിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനം. ഐക്യകണ്ഠേനയായിരുന്നു തീരുമാനം. ഇന്നലെ നടന്ന UN സെക്യൂരിറ്റി കൗൺസിലിന് അധ്യക്ഷത വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തീരുമാനത്തെ ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ചു. വ്യക്തികളെ IS കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ രാജ്യങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. Preventing these individuals from reaching Syria and then slipping back across our borders is a critical element of our strategy to degrade and ultimately destroy ISIL. The historic resolution that we just adopted enshrines our commitment to meet this challenge. It is legally binding. It establishes new obligations that nations must meet. അൾജീരിയയിൽ IS അനുകൂല തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ഫ്രഞ്ച് പൗരന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. 70 രാജ്യങ്ങളിൽ നിന്നായി 12,000 പേർ ഇറാഖിലേക്കും സിറിയയിലേക്കും ISന്റെ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ നൽകുന്ന റിപ്പോർട്ട്. അതേസമയം ബോംബുകളും മിസൈലുകളും തീവ്രവാദികളെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ എന്നും തീവ്രവാദത്തെ നശിപ്പിക്കാൻ രാജ്യങ്ങൾ നല്ല ഭരണം കാഴ്ചവെക്കണമെന്നും UN സെക്രട്ടറി ജനറൽ പാൻ കി മൂൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.